ഹോട്ടലുകളിൽ പഴകിയ ഭക്ഷണം വിൽപ്പന നടത്തിയവർക്കെതിരെ ആരോഗ്യ വിഭാഗം നടപടി സ്വീകരിച്ചു. ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ശ്രീ ശങ്കരാചാര്യ ചെറുപുഴ. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ വിൽപ്പന നടത്തിയ ഹോട്ടലുകൾക്കെതിരെ ആരോഗ്യ വിഭാഗം നടപടി സ്വീകരിച്ചു. ഹോട്ടലുകളിൽ നടത്തിയ പരിശോധനയിൽ പയ്യന്നൂർ പെരുമ്പയിലെ ഹോമിസ് ഫാമിലി റെസ്റ്റോറന്റ്, അവക്കാഡോ കഫേ എന്ന സ്ഥാപനത്തിൽ അതിരാവിലെ ഭക്ഷണം കഴിക്കാനെത്തിയവർക്ക് ദുർഗന്ധം വമിക്കുന്ന അൽഫാം ചിക്കൻ നൽകിയതിലുള്ള പരാതിയെ തുടർന്നാണ് ആരോഗ്യ വിഭാഗം പരിശോധിച്ചത്. ഇവിടെ നിന്നും ദുർഗന്ധം വമിക്കുന്ന അൽഫാം ചിക്കൻ കണ്ടെത്തി സ്ഥാപനത്തിൽ വെച്ച് തന്നെ നശിപ്പിച്ചു. ഇതുകൂടാതെ സ്ഥാപനത്തിന്റെ അടുക്കള വൃത്തിഹീനമായി കാണപ്പെട്ടതിലും ന്യൂനതകൾ കാണിച്ച് പരിഹരിക്കുന്നതിന് നോട്ടീസ് നൽകി തുടർ നടപടി സ്വീകരിച്ചു വരികയാണ്. ഇതിലാ വിഷയം വന്നല്ലേ? ആദ്യമേ ചിലപ്പോൾ ഇത് ഇന്നലെ കൊണ്ടുവന്ന ചിക്കൻ ആയിരിക്കും, മറ്റേത് നേരത്തെ ഇരുന്നായിരിക്കും എടുത്ത് അൽഫാം ചെയ്ത് തന്നു. അതായിരിക്കും ആ വിഷയം വന്നത്. ഇതിപ്പം അറിയില്ല, അത് ബോസ് എടുക്കാൻ വീട്ടിൽ പോയി വരാൻ പറ. ഒരു 2 മണി ആയാലും ഇവിടെ വന്ന് ഫുഡ് തപ്പിട്ട് വന്നേരം ഇത് ഓപ്പണായിട്ട് കണ്ട് ഇവരോട് ചോദിച്ചു ഫുഡ് ഉണ്ടോ എന്ന് വെച്ചാൽ അവർ പറഞ്ഞു അൽഫാമും കാര്യങ്ങളെല്ലാം ഉണ്ട്. അന്നേരം ഇവിടുന്ന് കടിയും കാര്യങ്ങളെല്ലാം തിന്ന്, പിന്നെ ഷവർമ്മ തിന്ന്, പിന്നെ അൽഫാമും ഓർഡർ ചെയ്തിട്ടുണ്ടായി. അത് വരാൻ കുറച്ച് താമസിച്ചു, എന്നാലും അത് കാത്തുനിന്ന് പിന്നെ 2-3 കുബൂസ് അതിൻ്റെ പേര് തിന്നിട്ട് പിന്നെ സ്മെല്ലടിക്കാൻ തുടങ്ങി. അന്നേരം അമ്മ നോട്ടീസ് ചെയ്തു സ്മെല്ല്. പിന്നെ അവരോട് അവർ പറഞ്ഞത് ഇത് ഫ്രീക്വൻ്റായിട്ട് വരുന്നതാണ്, ഹീറ്റും കാര്യങ്ങളെല്ലാം ഇല്ലെക്കുമ്പം ചിക്കന് വരുന്നതാണ് ഈ സ്മെല്ലും കാര്യങ്ങളെല്ലാം. അമ്മ പറഞ്ഞാൽ അങ്ങനത്തെ ഒന്നല്ല, ഇത് ഇത്ര സ്മെല്ലൊന്നും വരാൻ ചാൻസ് ഇല്ല. അമ്മ അന്നേരം പറഞ്ഞ് കിച്ചണിൽ കാണിച്ചിരുന്നു. അവർ പറഞ്ഞാൽ ഇങ്ങനെയൊന്നും സ്റ്റാഫിന് മാത്രമില്ല എന്ത് ചെയ്യാന്ന് വേറായിരിക്കും പറയാനും കഴിയില്ല. അമ്മ പറഞ്ഞാൽ എന്നാലും നമ്മൾ നിയമം ഇതാക്കി കൂടും, വിളിച്ചോളും കാര്യങ്ങളെല്ലാം. അതൊരു ഹൈവേ പോലീസ് ഒന്ന് ജസ്റ്റ് പാസ് ചെയ്യുന്നുണ്ട്. അവരെ വിളിച്ചിട്ട് പറഞ്ഞു ഇനി എന്താണ് ചെയ്യുക. അവർ പറഞ്ഞ് ഇങ്ങനെ ഇവിടെ വിളിച്ച് പറഞ്ഞാലെല്ലാം ആവും. അവർ വിളിച്ച് ഇല്ല. അവരെ സ്റ്റാഫിനോട് ചോദിച്ചാൽ അവർ തപ്പിക്കളിച്ചിട്ട് ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിന് 2 ദിവസം മുമ്പ്. രാവിലത്തെ പറഞ്ഞു, രാവിലത്തെ ആണ് ഫുഡ്. അന്നേരം മനസ്സിലായി അത് സ്മെല്ലടിക്കുമ്പോൾ തന്നെ ഭയങ്കര സ്മെല്ലാണ്. അന്നേരം തന്നെ തിരിയുന്നതാണല്ലോ. ന്യായീകരിക്കാനൊന്നും ഒന്നുമില്ല. പയ്യന്നൂർ കോത്തായിമുക്കിലെ പെൻ റെസ്റ്റോറന്റ് സ്ഥാപനത്തിലെ മലിനജലം ഒഴുക്കുന്നതുമായി ബന്ധപ്പെട്ട് പരിസരവാസികളുടെ പരാതിയും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചു. ഇതിന് തൊട്ടടുത്ത സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലേക്ക് മലിനജലം ഒഴുക്കിവിടുന്നത് നേരിൽ കണ്ടറിയിച്ചത് പ്രകാരം ആരോഗ്യ വിഭാഗ ഉദ്യോഗസ്ഥർ സ്ഥാപനത്തിലും പരിസരത്തും പരിശോധിച്ചതിൽ വൃത്തിഹീനമായ അടുക്കള ഭാഗവും മലിനജല സംസ്കരണ സംവിധാനം തൃപ്തികരമല്ലാത്തതും കണ്ടെത്തി. പൈപ്പുണ്ട് പറഞ്ഞ ജ്യൂസ് തന്നെ. ഉപയോഗിക്കുന്നൊരു
കാര്യമാണ് ഈ ഹോട്ടലിനെ സംബന്ധിച്ചിട്ടുള്ള വേസ്റ്റ്. ഈ വേസ്റ്റ് ഇവർ പിന്നെ STP സ്ഥാപിച്ചിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും ഇവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ മഴക്കാലം ആകുമ്പോൾ രാത്രി ഒരു 11 മണി 11:30 ആകുമ്പോൾ എല്ലാം പമ്പ് ചെയ്ത് എല്ലാ വേസ്റ്റും നേരെ ഓവുചാലിലേക്കാണ്, ഓവുചാലിലേക്ക് വിടുന്ന ഒരവസ്ഥയാണ്. ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. നമ്മളെ എൻ്റെ വീട് തന്നെ കാണുന്നത്, അതിൻ്റെ തൊട്ട് പുറകിലും എൻ്റെ ഇളയപ്പനും എല്ലാവരും താമസിക്കുന്നത്. ഒരാൾക്ക് പോലും ഒരു 11 മണി കഴിഞ്ഞാൽ ഉറങ്ങാൻ കഴിയില്ല. കുഞ്ഞുങ്ങളൊക്കെ രാത്രി ആകുമ്പോൾ കരയാൻ തുടങ്ങും സ്മെല്ല് കാരണം. അത്രയ്ക്കും ദയനീയ അവസ്ഥയാണ്. ഇത്രയും വലിയ കാടുണ്ടായതുകൊണ്ട് ഇന്നാ കാര്യങ്ങൾ മനസ്സിലായില്ല. ഇന്ന് രാവിലെ വന്ന് JCB മാറ്റുമ്പോൾ എന്താ അവസ്ഥ നോക്കി, വേസ്റ്റ് ഓവുചാലിലേക്കില്ല, ഈ ഓവുചാലാക്കി നേരെ നമ്മളെ മെയിൻ ഡ്രെയിനേജിലേക്കാണ് ഈ പോകുന്നത്. അടുത്തടുത്തതായിട്ട് കുറേ ടാങ്കുകൾ എല്ലാം സ്ഥാപിച്ചിട്ടുണ്ട്. എല്ലാം അനധികാര കുറേ കാലമായി ഇതിൻ്റെ പുറകെ ഞങ്ങൾ നടക്കുന്നത്. രാത്രി മാത്രമായോ ഇവർ ഇതെല്ലാം ഓപ്പണാക്കി പമ്പ് ചെയ്യുന്നത്. ഇതിനൊരു നടപടി ഇതുവരെ പരിസരത്തുള്ള പറമ്പിലേക്ക് മലിനജലം ഒഴുക്കിവിടുന്നത് നിയമലംഘനത്തിന് നോട്ടീസ് നൽകി നടപടി സ്വീകരിച്ചു വരുന്നതായും മേൽ സാഹചര്യത്തിൽ സ്ഥാപനത്തിൽ പ്രവർത്തനങ്ങൾ നിർത്തൽ ചെയ്യാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഹോട്ടലുകളിലെ ശുചിത്വ പാലനത്തിനായി കർശന നടപടി സ്വീകരിക്കുമെന്നും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഈ വെള്ളമാണ് മഴയത്ത് നമ്മളെ മഴവെള്ളത്തിൻ്റെ കൂടെ ഒഴുകി ഡ്രെയിനേജിലേക്ക് എത്തിപ്പെടുന്നത്. അപ്പോൾ ജലാശയം ഫുള്ള് നഷ്ടപ്പെടുന്ന മോശപ്പെടുന്ന മലിനപ്പെടുന്ന ഒരു അവസ്ഥയിലാണ് ഇതുള്ളത്. അപ്പോൾ ഇവിടുത്തെ ശാസ്ത്രീയമായ STP ട്രീറ്റ്മെൻറ്റ് സംവിധാനമൊന്നും ഇവിടെ ഫങ്ഷൻ ചെയ്യുന്നില്ല. കൂടാതെ പല മാലിന്യങ്ങളും അലക്ഷ്യമായിട്ടാണ് ഇവിടെ കൈകാര്യം ചെയ്തു വരുന്നത്. തീരെ വൃത്തിയില്ലാത്തൊരു സാഹചര്യമാണ് ഇതിൻ്റെ പരിസരം. അതൊക്കെ വൃത്തിയാക്കണമെന്ന് കഴിഞ്ഞ 2 ദിവസം മുന്നേ വന്ന് നമ്മൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എങ്കിൽ കൂടി അവർ സ്ഥാപനത്തിൻ്റെ ഉടമകൾ ഒന്നും നിലവിൽ ചെയ്തായിട്ട് കാണുന്നില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇതിൻ്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വരും. ഹോട്ടലിലെ മാലിന്യം ഹോട്ടലിലെ മാലിന്യം ഒരു സോക്ക് പിറ്റിലേക്ക് അടിച്ചുവിട്ട് അത് അണ്ടർഗ്രൗണ്ട് പൈപ്പ് വഴി ഇതായി കാണുന്ന പിറ്റിലേക്കാണ് ഇവർ വിടുന്നത്. അവിടെ നിന്ന് നേരെ ഡ്രെയിനേജിലേക്ക് എത്തിപ്പെടുന്നുണ്ടെന്ന് അനുമാനിക്കാം. അതാണ് പ്രദേശവാസികൾ പരാതിപ്പെട്ടത്. തൊട്ടടുത്ത അയൽ വീടും അങ്ങനെയാണ് പരാതിപ്പെട്ടത്. ഇപ്പം മാസ്റ്റർ തയ്യാറാക്കി ഇവർക്ക് നോട്ടീസ് കൊടുക്കും. നോട്ടീസ് കൊടുത്തിട്ട് ബാക്കിയുള്ള നടപടികൾ സ്വീകരിക്കും. ന്യൂ ജനറേഷനുകൾക്കിനി ന്യൂജൻ കോഴ്സുകൾ പഠിക്കാം ശ്രീശങ്കരാചാര്യയിലൂടെ. അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ്, ഡാറ്റാ സയൻസ് ആൻഡ് ഡാറ്റ അനലിറ്റിക്സ്, UI and UX ഡിസൈനിംഗ്, വൈബ്സ് ആൻഡ് SAP, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഗ്രാഫിക് ഡിസൈനിംഗ് ആൻഡ് ആനിമേഷൻ, വീഡിയോ എഡിറ്റിംഗ് ആൻഡ് VFX, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, മോഷൻ ഗ്രാഫിക്സ്, ഓഫീസ് ഓട്ടോമേഷൻ ആൻഡ് അഡ്വാൻസ് എക്സൽ, Python പ്രോഗ്രാമിംഗ്, ഇന്റീരിയർ ഡിസൈനിംഗ്, ഹാർഡ്വെയർ നെറ്റ്വർക്കിംഗ് ആൻഡ് CCTV. എല്ലാ കോഴ്സുകളിലും AI ഇന്റഗ്രേറ്റഡ് ടൂളുകൾ ഉൾപ്പെടുത്തിയുള്ള ക്ലാസുകൾ. കേരള സർക്കാർ അംഗീകൃത സർട്ടിഫിക്കറ്റുകൾ. പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് സെൻട്രലൈസ് പ്ലേസ്മെന്റ് സെൽ വഴി ഇന്ത്യയിലും വിദേശത്തും ജോലി നേടാൻ അവസരം. എല്ലാ മാസവും ക്യാമ്പസ് ഇന്റർവ്യൂവും ജോബ് ഫെയറും. ശ്രീശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ, മർച്ചന്റ് സ്ക്വയർ, നിയർ ബസ് സ്റ്റാൻഡ്, ചെറുപുഴ.